നമുക്കത് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ എന്ന് പറഞ്ഞാണ്ട് വചനം എനിക്ക് സമീപമായി. വചനം എനിക്ക് സമീപമായി. വചനം എല്ലാരും പറഞ്ഞില്ലല്ലോ. വചനം എനിക്ക് സമീപമായി, വചനം എന്റെ വായിലായി, വചനം എന്റെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊരു പ്രസംഗം പോലെ നിങ്ങളുടെ അകത്തേക്ക് നൽകുന്നത്. ഒന്നുകൂടെ പറഞ്ഞ, വചനം എനിക്ക് ദോഷം കേട്ടോ. വചനം എനിക്ക്, ഈ പ്രശ്നങ്ങളൊക്കെ കയറി വരുമ്പോ ഇത് മാറിപ്പോകരുത്. വചനം എനിക്ക് സമീപമായി, വചനം എന്റെ വായിലായി, വചനം എന്റെ ഹൃദയത്തിലായി. ഈ വിഷയമാണ് വിവരിച്ചത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചോ ഈ കോണ്ടസ്റ്റിനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ലൈറ്റിലേക്ക് പോവാം, ലൈറ്റ് ഓഫ് ലൈഫിലേക്ക് പോവാം. അത് ഞാൻ ഒരു പുതിയ വെളിച്ചത്തെയും പുതിയ ശുശ്രൂഷകളെയും തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. ഈ 9-10 വാക്യങ്ങൾ, അധ്യായങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം 9-10 അധ്യായങ്ങൾ നീതിയിൽ നിലനിൽക്കാൻ കഴിയാതെ പോയ ഇസ്രായേൽ ജനത്തിന്റെ ലൈഫിലെ പ്രയാസങ്ങളാണ് പറയുന്നത്. അതേസമയം നീതി പിന്തുടരാത്ത ജാതികളായ നമുക്ക് നീതി ലഭിച്ചു. ആമേൻ. നീതി എന്ന വാക്കിന്റെ അർത്ഥം പലർക്കും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സത്യത്തിൽ നിലനിൽക്കുക. ഒരർത്ഥം അതാണ്. ഞാൻ ആ അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അഥവാ സത്യത്തിൽ, നേരിൽ, ശരിയായ രീതിയിൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? ശരിയായ രീതിയിൽ നിൽക്കുക, സത്യത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് 9-ാം അധ്യായത്തിനകത്ത് പറയുന്ന ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിൽ ഒരു സത്യം പറയുന്നു, വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും എനിക്ക് ഉണ്ട്. എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യം പറയുന്നു. അദ്ദേഹം പറയുന്നത്, എനിക്ക് ജഡപ്രകാരം എനിക്ക് ബന്ധമുള്ളത് യഹൂദന്മാരെന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തോടാണ്. എനിക്ക് ജനത്തോടാണ്. ഞാൻ ഈ സാഹചര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയതിന്റെ പ്രാധാന്യത എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വചനത്തിലേക്ക് വരാൻ പോവാം. അവർക്ക് വേണ്ടി ജീവിതത്തിന്റെ നല്ല പങ്ക് ഒരു പരീക്ഷനേക്കാൾ എരിവോടെ യഹൂദ മതത്തിന് വേണ്ടി ദൈവം മോശ മുഖാന്തരം ജനത്തിന് വേണ്ടി ആചാര അനുഷ്ഠാന നിയമവ്യവസ്ഥിതികൾക്കകത്ത് കുടികൊണ്ട് നിൽക്കുന്ന അവരുടെ സമ്പ്രദായങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി, അത് പ്രവർത്തിയ നീതി ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ അതിനുവേണ്ടി ഏറ്റവും എരിവുള്ള ഒരു മനുഷ്യനായി യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആ യഹൂദ മതത്തിന് വേണ്ടി, യഹൂദ ജാതിക്ക് വേണ്ടി നിന്ന ഒരു മനുഷ്യനാണ് ശൗൽ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് യേശു കർത്താവിന്റെ വെളിച്ചം പൗലോസിനെ അടിച്ചത്. എന്ന് പറഞ്ഞാട്ടെ, വെളിച്ചം പൗലോസിനെ അടിച്ചത്. ആ വെളിച്ചത്താലാണ് യഥാർത്ഥമായ ക്രിസ്തുവിന്റെ, യഥാർത്ഥമായ ദൈവം ജനത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യാദികളിലേക്ക് പൗലോസ് തിരിഞ്ഞു വരുന്നത്, വഴിമാറി വരുന്നത്. ഇതിന്റെ 4-5 വാക്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പോകും. 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അവർ ഇസ്രായേലിയർ, പൗരത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വവും അവർക്കുള്ളതായിരുന്നു. എന്തൊക്കെയാണ്? അവർക്ക് പുത്രത്വം ഉണ്ടായിരുന്നു, തേജസ് ഉണ്ടായിരുന്നു, നിയമങ്ങൾ ഉണ്ടായിരുന്നു, ന്യായപ്രമാണം ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, വാക്തത്വങ്ങൾ ഉണ്ടായിരുന്നു. പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ വാക്തത്വം ലഭിച്ച പിതാക്കന്മാരും അവർക്കുള്ളതായിരുന്നു. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നാ വന്നേ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇവയിലൂടെ ദൈവം എന്താണ് ആഗ്രഹിച്ചതെന്ന് ഇവർക്ക് മനസ്സിലാകാതെ പോയി.
ഇതിന്റെ അവസാനം എത്തി നിൽക്കുന്ന ഈ വാഗ്ദത്തങ്ങളുടെ ഈ പുത്രത്വത്തിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാകുന്ന യേശു കർത്താവിനെ അവർക്ക് കാണാൻ പറ്റിയില്ല. നഥനയേൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നഥനയേൽ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ ഹല്ലേലൂയ, നഥനയേലിനോട് ഹല്ലേലൂയ ഫിലിപ്പ് പോയി പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ന്യായപ്രമാണത്തിൽ പ്രവാചകന്മാരും ഹല്ലേലൂയ മോശയും പറഞ്ഞിരിക്കുന്ന യേശുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ആമേൻ. ഒരു ബൃഹത്തായ സമൂഹത്തിന് ആ കൂട്ടത്തിൽ യേശുവിനെ കാണാൻ പറ്റാതായി. ആമേൻ. ഏറ്റവും വലിയ സത്യം എന്നാണെന്നറിയാവോ? യേശുവിനെ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. ആമേൻ. കുറച്ച് വലിയ കൂട്ടം ജനത്തിന് അവര് അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങൾ താണ്ടി അതിനകത്ത് ദൈവത്തിരിക്കുന്ന സത്യം എന്ന് പറയുന്ന ഇതെല്ലാം കൊടുത്തതിന് കാരണമാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള അവബോധത്തിലേക്ക് ഈ ജനത്തിന് കടന്നു വരാൻ കഴിയാതെ വണ്ണം അവർക്ക് ക്രിസ്തു ഒരു ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി പോയപ്പോൾ ഒന്നും അറിയാതെ, ഈ വാഗ്ദത്തം എന്തെന്നറിയാതെ, ഈ പുത്രത്വം എന്തെന്നറിയാതെ, ഈ ദൈവീയ നിയമങ്ങൾ എന്തെന്നറിയാതെ, ഈ പിതാക്കന്മാരെന്തെന്നറിയാതെ ജീവിതത്തിന്റെ ഏതോ വൈതരണിയിൽ, ഏതോ ഭാരങ്ങളിൽ യേശു എന്ന രക്ഷകനെ ഉള്ളം കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ ക്രിസ്തുവിന്റെ സത്യം നീതിയായി നിനക്ക് വെളിപ്പെട്ടു. അതുകൊണ്ട് ആ രക്ഷകനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഈ പകൽ അവനെ കരമുയർത്തി ഒന്ന് ആരാധിക്കാൻ തയ്യാറാകുന്നു. പിന്തുടർന്നത് നമ്മളല്ല, പിന്തുടർന്ന ജാതികൾക്ക്, പിന്തുടർന്ന സമൂഹത്തിന് അവനെ കയറി പിടിക്കാത്തപ്പോൾ എങ്ങുമാകാതിരുന്ന, എങ്ങും എത്തപ്പെടാതിരുന്ന നമുക്കവനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇങ്ങനെയല്ല ആരാധിക്കേണ്ടതിനെ, ഇങ്ങനെയല്ല അതിനെ സ്തുതിക്കേണ്ടത്. കരമുയർത്തി അവന് നന്ദി പറയണം. ഹല്ലേലൂയ. അതവന്റെ കൃപ മാത്രമാണ്. വചനം പറയുന്നു വരുംകാലങ്ങളിൽ, പറയണം, വരുംകാലങ്ങളിലും മഹത്വത്തിന്റെ ധനം നമ്മളിൽ കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞെറിയപ്പെട്ടു. ഒന്ന് പറഞ്ഞാടെ, വരുംകാലങ്ങളിൽ ദൈവത്തിന്റെ അത്യന്ത ധനത്തെ നമ്മളിൽ കാണിക്കേണ്ടതിന് അവന്റെ കൃപ നമ്മളിലേക്ക് ചൊരിയുവാനിടയായി തീർന്നു. ഈ പകൽ ഞാൻ പറയാം, ആ വരും കാലം എന്ന് പറഞ്ഞ ഈ കാലമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? മനസ്സിലാക്കുക, ഈ കാലം ഒരു റിവൈവലിന്റെ കാലമാണ്. ഈ കാലം ഒരു ഉത്സവത്തിന്റെ കാലമാണ്. ഈ കാലം ഒരു സെലിബ്രേഷന്റെ കാലമാണ്. ഈ കാലം ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് ആത്മാവ് നിർബന്ധിതമായി നിന്നിലേക്ക് നീ അറിയാതെ പോലും ചിലതിനെ തുറന്നു വിടുന്ന കാലമാണ്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാനായിട്ട് തയ്യാറാകുക. സഭ ഈ കാലത്തെക്കുറിച്ച്, ഈ കാലഘട്ടത്തെക്കുറിച്ച്, ഈ സമയങ്ങളെക്കുറിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പണ്ടൊരു മനുഷ്യൻ പ്രവാസത്തിൽ കിടക്കുമ്പോൾ, അപ്പോൾ പ്രവാചകന്മാർ എഴുതിയ പ്രവചന പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. ആ കാര്യം ഇതാണ്: ഞങ്ങളുടെ പ്രവാസ കാലഘട്ടം തീരാൻ സമയമായിരിക്കുന്നു. പ്രാർത്ഥിച്ചതും വായിച്ചതും ദാനിയേൽ എന്ന മനുഷ്യനാണ്. ദൈവത്തിൽ ദർശനമുള്ള മനുഷ്യൻ. അവൻ ഉപവാസ പ്രാർത്ഥന നിശ്ചയിച്ചു. ആമേൻ. 21 ദിവസം പ്രാർത്ഥിക്കാനിരുന്നു. 21 ദിവസം പ്രാർത്ഥിക്കാനിരുന്നതല്ല, ഇരുന്നപ്പോൾ അങ്ങനെ ആയി പോയതാ. അതുകൊണ്ടാണ് നമുക്ക് 21 ഉള്ളത്. ആമേൻ. 21 വചനം പറയുന്നു, 1-ാം ദിവസം തന്നെ ഡെലിവറൻസ് ഉയരത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാനിതൊന്നും പറയാൻ വേണ്ടി പറഞ്ഞു വന്നല്ല, ഞാൻ വീട് മൊത്തം വേറെ സ്ഥലത്ത് കിടക്കുക. പക്ഷെ ഞാൻ ആത്മാവിൽ പറയുന്നു, ദാനിയേൽ വചനം പറയുന്നത്, ആ ദൂതന്റെ അരുളപ്പാട് ഇങ്ങനെയാണ്: എപ്പോഴാണോ നീ ഈ തിരിച്ചറിവോടെ പ്രാർത്ഥിക്കാനിരുന്നത്, അപ്പോൾ തന്നെ ദൈവത്തിന്റെ മറുപടി ഉയരത്തിൽ നിന്ന് വന്നു. പക്ഷെ നീയും ആ മറുപടിയും തമ്മിൽ കൂടിച്ചേരാതിരിക്കാൻ നിന്റെ മറുപടിയെ ഉയരത്തിൽ, ആകാശമണ്ഡലങ്ങളിൽ തടഞ്ഞ ഒരുവനുണ്ട്. നീ പ്രാർത്ഥനയിൽ തുടർന്നപ്പോൾ ആ തടഞ്ഞ മറുപടിയെ, തടഞ്ഞ ദൂതനെ മുന്നോട്ട് വിടാൻ ഗബ്രിയേലിനെ ദൈവം ഇറക്കി.
ഞാൻ ആത്മാവിൽ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ചില വിഷയത്തിനകത്ത് മിഖായേൽ ഇറങ്ങാൻ പോകുന്നു. അരുളപ്പാടുമായി വരുന്ന ഹല്ലേലൂയ ഗബ്രിയേലിനെ തടഞ്ഞ ആ ദൂതനെ ആത്മാവിൽ വെട്ടാൻ ദൈവം യുദ്ധവീരനാകുന്ന മിഖായേലിനെ അയക്കാൻ പോവുകയാണ്. ഞാൻ ദൂതന്മാരുടെ ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നു, ദൂതന്മാരുടെ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്നു. സേവകാത്മാക്കളായി നമുക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാരുടെ ശുശ്രൂഷ സഭ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മളെ സംരക്ഷിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ചിരിക്കുകയാണ്. നിന്റെ ബിസിനസ്സിന് നേരെ, നിന്റെ ഹല്ലേലൂയ ജീവിതത്തിന്റെ നേരെ, നിന്റെ കുടുംബത്തിന് നേരെ വെല്ലുവിളിക്കുന്ന ഏതൊരു വൈതരണിയെയും ആത്മാവിൽ തകർക്കാൻ കഴിയുന്ന രീതിയിൽ ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റുമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ പറയുന്നു. കാരണം അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒന്ന് വിശ്വാസത്തോടെ പറ, നിന്റെ ഉയർച്ചയെ തടയാൻ ആർക്കും പറ്റത്തില്ല. അല്ല, നിന്റെ വളർച്ചയെ പറയുന്നില്ല, നിന്റെ വളർച്ചയെ തടയാൻ ആർക്കും പറ്റത്തില്ല. നിന്നെ തകർക്കാനോ തളർത്താനോ ആർക്കും പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ നിലനിൽക്കുന്ന എൻ്റെ ചുറ്റിനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദൂതന്മാരുണ്ട്. അവ കയറി വരണം കേട്ടോ, ആത്മാവിൽ കയറി വരണം, ആത്മാവിൽ കയറണം. ഹല്ലേലൂയ. ആരോഗ്യം ഉണ്ടായിട്ടല്ല, ആത്മാവിലാണ് ഞാൻ പറയുന്നത്. ഈ പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, നിന്റെ മേൽ, നിന്റെ അടുത്ത് അയക്കപ്പെട്ട ദൂതന്മാരെ അവരുടെ പ്രവൃത്തിയിലേക്ക് പറഞ്ഞു വിടാൻ നിന്റെ ഈ പ്രാർത്ഥന പോരാ. നിനക്ക് വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന വേട് നിന്റെ അകത്ത് വേണം. പറഞ്ഞാട്ടെ, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ. ദൂതന്മാര് സംരക്ഷണത്തിന് ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ അവർക്ക് പണിയൊന്നുമില്ല. കാര്യം നമ്മൾ പണി കൊടുക്കാറില്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ, മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിൽ ഇപ്പോൾ ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന ദൂതന്മാർ 24 മണിക്കൂറും ബിസി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വെറുതെ നിൽക്കുക. പക്ഷെ നീ ഒരു വചനം അവന്റെ കൈ കൊടുത്താൽ, ഒരു വചനം അവന്റെ കൈ കൊടുത്താൽ അവന്റെ കയ്യിൽ വാള് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ആത്മാവിൽ കാണുവാനിടയായിത്തീരും. അതാണ് നമ്മളിവിടെ കാണുന്നത്. അറിയത്തില്ലാത്തൊരു ഭാഗം വചനം തുറന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാസത്തിൽ ഇനി തുടരാനല്ല, പ്രവാസത്തിന്റെ കരങ്ങൾ വിട്ടിട്ട് ആത്മാവിൽ മൂവ് ചെയ്യാനുള്ള ദൈവശബ്ദം ദാനിയേലിന്റെ അകത്ത് തള്ളുമ്പോൾ താൻ പ്രാർത്ഥനയ്ക്കിരുന്നു. ആ വേട് ദൂതന്റെ കയ്യിൽ കരത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുവാനിടയായി. ഒത്തിരി തെളിവുകൾ എനിക്ക് പറയാനുണ്ട്. വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പോവാ. തളർന്ന വിശ്വാസി എന്ന നിന്റെ പേര് ഇന്നുകൊണ്ട് ആത്മാവ് മാറ്റട്ടെ. നീ അവശനായ ക്രിസ്ത്യാനി എന്ന പേര് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. നിനക്ക് വേണ്ടി ഇറങ്ങാൻ 1000 ദൂതന്മാരുണ്ട്. യേശു കർത്താവ് ഒരിക്കലും പറയുന്ന ക്രൂശീകരണത്തിലുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ കോടാനുകോടി ദൂതന്മാർ ഇവിടെ ഇറങ്ങി ഇവരെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. ഇന്ന് പകല് അവർക്ക് വേണ്ടി അന്നുള്ള ദൂതന്മാർ ഇന്നും സഭയ്ക്ക് വേണ്ടി കാവലായി വെളിപ്പെടുന്നുണ്ട്. ഇന്നലെ നിനക്ക് വെളിപ്പെടാത്തത് നീ അതിനകത്ത് നിന്റെ വാക്ക്, നിന്റെ ചിന്ത വ്യത്യസ്തതായിരുന്നത് കൊണ്ടാണ്. ഈ പകല് അതിനോട് പ്രതികരിക്കാൻ തയ്യാറുള്ള എത്ര ദൈവമക്കളുണ്ട്? ഒരു പ്രശ്നം കയറി വരുമ്പോൾ, എനിക്കറിയത്തില്ല, വീട് അവിടെ കിടക്കുക, ഞാനിവിടെ വേറെ വഴിയെ പോവാ. ഒരു പ്രശ്നം കയറി വരുമ്പോൾ ഞാൻ നശിച്ചെന്ന് പറയരുത്. ഒരു പ്രതികൂലം കയറി വരുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറയരുത്. ഹല്ലേലൂയ. എന്നാക്ക പ്രതികൂലത്തിലും എന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആകെ 7 അടി പൊക്കം ചിലപ്പോൾ കാണും ഗോലിയാത്തിന്. പക്ഷെ ശൗല് പറഞ്ഞു അവനൊരു 12-15 അടി പൊക്കത്തിലാക്കി. അവൻ നോക്കിയപ്പോ അവൻ അറിയാതെ പൊങ്ങുക. ആരും വെള്ളി വിളിച്ചിട്ട് ഇസ്രയേലിന്റെ രാജാവ് വരുന്നില്ല. ദൃഢഗാത്രന്മാരായ ഒരുപാട് ഭരണകർത്താക്കൾ ഇസ്രയേലിനുണ്ട്. എല്ലാവരും മാളത്തിക്കര് ഒളിച്ചിരിക്കുകയാണ്. 7 അടി പൊക്കമുള്ള, എനിക്ക് അറിയത്തില്ല എത്ര അടി പൊക്കം ഉണ്ടെന്ന്, 7 അടി പൊക്കമുള്ളവൻ 10-15 അടി പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുക. അവന്റെ മുമ്പിലേക്ക് ചെറിയൊരു വടിയും പിടിച്ച് നേരത്തെ വരുന്നത്. അവന്റെ 7 അടി 2 അടിയാക്കി ദൈവം ചെറുതാക്കി. ആര്? 2 അടിയാക്കി ചെറുതാക്കി കളഞ്ഞ്. ഹല്ലേലൂയ.
അത്ര നിസാരമായി നിന്റെ പ്രശ്നത്തെ നിനക്ക് കാണാൻ പറ്റുമെങ്കിൽ നിന്റെ മുമ്പിൽ നിന്ന് ചിലത് ഓടാൻ പോവുകയാണ്. ഞാൻ സഭയോട് പറഞ്ഞു, നീ ആരാണെന്നുള്ള തികഞ്ഞ ബോധത്തിൽ നീ ഇറങ്ങി നിൽക്കാമെങ്കിൽ നിന്നെ വിട്ട് ഓടുന്ന പ്രതികൂലത്തെ മാത്രമേ ഈ ഭൂമിയിൽ ഇന്ന് യേശു കർത്താവ് അവശേഷിപ്പിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം ഈ ഇസ്രായേൽ ജനത്തിന് വന്നുപോയ പാകപ്പകടയാണ്. ഞാൻ പറഞ്ഞു നിർത്തിയ ഭാഗം അതിന്റെ 30-ാമത്തെ വാക്യമാണ്, 9:30. ആകയാൽ നാം എന്തു പറയുന്നു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടിയിടറി. എന്തുകൊണ്ടെന്നാൽ അവർ വിശ്വാസത്താൽ അന്വേഷിക്കുന്നതിന്റെ പരമായി അവര് പ്രവർത്തിയാൽ, ആമേൻ, ഹല്ലേലൂയ. ഇവരുടെ തുടക്കം എവിടെയാ? തുടക്കം അബ്രഹാമിലാ, അല്ലെ? അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു വരികയാണ് അതിന്റെ 7 വാക്കിൽ. അബ്രഹാമിന്റെ സന്തതിയാകാൻ എല്ലാവരും മക്കളെന്ന് 7-ാം വാക്യം. അബ്രഹാമിന്റെ സന്തതിയാ ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എല്ലാവരും മക്കളാകുകയില്ല. അടുത്തത്, ഇസ്ഹാക്കിൽ നിന്ന് ജനിച്ചവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്നെണ്ണുന്നുള്ളൂ. അവിടെയും തീരുന്നില്ല. 10-ാം വാക്യം വായിക്കും. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ആമേൻ. ഇതൊരു തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു അനോയിന്റിംഗ്. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള മുൻനിർണയം. ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്കൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടെന്ന് ചോദിച്ചു. അതെന്നെ പരിപാടിയാണ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത്, ഇത് മനസ്സിലാകുന്നവർക്കേ ഉള്ളൂ, ഗ്രഹിക്കുന്നവർക്കേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പടം കാണുന്ന പോലെ ഇരിക്കുക. എനിക്കറിയാം, കുഴപ്പമില്ല, ഇരിക്കുക. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. ഇതിൽ കട്ടിയായിട്ട് തോന്നുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എന്ന് പറയുമ്പോൾ കുറച്ചു പേരും കോപപാത്രം, കുറച്ചു പേര് കരുണാപാത്രം. കോപപാത്രത്തെ നിർമ്മിച്ച ദൈവമാണല്ലോ കരുണാപാത്രത്തെ നിർമ്മിച്ചത്. എല്ലാവർക്കും ഫ്രീ വില്ല് കൊടുത്തിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കും. ദൈവത്തിന്റെ ഇഷ്ടം, മുൻനിർണയത്താലുള്ള ഇഷ്ടം. ഇവിടെ നമ്മൾ വായിക്കാൻ നേരത്ത്, നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് വായിക്കാൻ നേരത്ത്, ഒരുത്തനും തെറ്റിപ്പോകാതെ ഇതിലേക്ക് കയറി വരാനുള്ള ഒരു സാധ്യത കർത്താവ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോകത്തില്ല, അതിലേക്ക് ചിന്ത ത്തില്ല. ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും നന്മ പ്രാപിക്കാനുള്ള അവസരം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? അനുഗ്രഹം പ്രാപിക്കാനുള്ള അവസരം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പ്രാപിക്കാത്തത് ഇടർച്ചക്കല്ലിൽ തട്ടരുത്, ഇടർച്ചക്കല്ലിൽ തട്ടരുത്. എനിക്ക് ഒത്തിരി പറയാനുണ്ട് വേറെ ആശയത്തിന്, അതുകൊണ്ട് പറയാം. ഞാൻ ഈ വേട് ഇവിടെ കൊണ്ട് തീരുന്നില്ല. കാര്യം ഇന്ന് ലൈറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ട്രൂത്തും ലൈഫും ഒക്കെ താഴെ കിടക്കുക. നമ്മുടെ ഞാൻ അകത്തേക്ക് വരിക. ഞാൻ ഇതിന്റെ കാതലായ ദൈവശബ്ദം, ഇതെന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നാണ് പറഞ്ഞു. നമ്മൾ വായിച്ചതിന്റെ താഴെ വായിക്കാൻ നേരത്ത് കാണാം, നീതി പിന്തുടരാത്ത ജാതികൾ നീതിയെ അവകാശമാക്കി. 30-ാം വാക്യം. ഇനി ഈ നീതിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് എല്ലാരും പറഞ്ഞേ? നീതി എന്നാണെന്ന് അറിയത്തില്ലാത്തൊരു നല്ലൊരു നീതിയായിരുന്നു. കാര്യം നമ്മുടെ ഫെയ്ത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം അവിടെ വരുന്നത്. ഹൃദയം കൊണ്ട് നീതിക്കായി, എന്താണ് ഹൃദയം കൊണ്ട്? മനുഷ്യൻ കേൾക്കുന്നോ? ഹൃദയം കൊണ്ട് നീതിക്കായി ഇതെന്നാന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇവർക്ക് പറ്റിയ പറ്റല് ആർക്ക് പറ്റിയത്? ഇടത്തെ കല്ലിൽ തട്ടി പറ്റിയതുപോലെ നമുക്കും പറ്റാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും പ്രവർത്തിയാൽ അന്വേഷിക്കും.
വേണ്ട, മര്യാദക്കിരുന്ന് അകത്ത് വന്ന ആത്മാവിനാൽ നീ വേല ചെയ്താൽ മതി. നീ ഒന്നും അറിയാതെ നിന്റെ വീട്ടിനകത്ത് നിന്ന് കയറ്റാം. ആമേൻ എന്ന കാര്യം തിരിച്ചറിയണം. ഇത് പറഞ്ഞു വരികയാണ്, ആ നീതി എന്നാണെന്ന് പറഞ്ഞു വരികയാണ്. വായിക്കും, പെട്ടെന്ന് വായിച്ചങ്ങ് വിടാം. അതിന്റെ 10:3 വലുതായിട്ട് വായിച്ചു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശെ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കേണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ എന്ത് ഇനിയാണ് ആ നീതിയെ കുറിച്ച് പറഞ്ഞത്. പൗലോസിന്റെ എഴുത്തുകളൊക്കെ അല്പം ഒന്ന് ഇത്തിരി പാടാണ് മനസ്സിലാക്കിയെടുക്കുക. ഒരു 5-6 തവണ ഈ വിഷയം സംബന്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് വെളിപ്പെട്ട് വരും. എന്നാൽ ആ നീതി എന്നാണെന്ന് പറയാണ്. ആ നീതിയെക്കുറിച്ച് നമ്മൾ വചനം നിനക്ക് സമീപമായി, വചനം നിന്റെ വായിലായി, വചനം നിന്റെ ഹൃദയത്തിലായി. നീ ഹൃദയത്തിൽ വന്നത് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് പറഞ്ഞേ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാള് ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു നാള് ആമേൻ. ഇതിപ്പോ കേട്ട തോന്നല്ല, ഒത്തിരി പഴയ നമ്മൾ അന്നപ്പോ കേട്ടാണ്. ഒന്ന് പറഞ്ഞാടെ, കൈ ഉയർത്തി പറഞ്ഞാൽ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല ഒന്നും പറയുന്നില്ലല്ലോ. പകുതി കുറവായിരുന്നു. തമിഴിലൊരു പാട്ടുണ്ട്, വെക്കപ്പെട്ടു പോകും. അറിയോ? വെക്കപ്പെട്ടു പോകയില്ല. ഈ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ഒരിക്കലും നാണം കെട്ട് പോകത്തില്ല. നാണം കെട്ട് കാരണം ഞാൻ സത്യത്തെ തിരിച്ചറിഞ്ഞു, സത്യത്തെ വിശ്വസിച്ചു, സത്യത്തെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞു, സത്യത്തിൽ നിലനിൽക്കുന്ന ആളാണ്. നീതി എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിൽ നിലനിൽക്കുക, ശരിയായ പൊസിഷനിൽ പ്ലേസ് ആകുക. നമുക്ക് പറ്റാതിരുന്നത് കൊണ്ട് ആ സത്യം ഭൂമിയിലേക്ക് വന്നു, സമീപമായി, നമ്മുടെ വായിലായി, നമ്മുടെ ഉള്ളത്തിലായി. നമ്മുടെ സമീപമായപ്പോൾ എന്ത് സംഭവിച്ചെന്നും, നമ്മുടെ വായിലായപ്പോൾ എന്ത് സംഭവിച്ചെന്നും, നമ്മുടെ ഉള്ളത്തിലായപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് പുതിയ നിയമം നമ്മോട് പറയുന്നത്. പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ നമ്മോട് പറയുന്നു. ഇതൊരു പ്രോസസ്സിങ്ങളിൽ നമ്മളിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളുണ്ട്. ഞാൻ അതിനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ വിശദീകരിച്ചത്. എൻ്റെ സമീപമായപ്പോൾ യേശു കർത്താവ് പറഞ്ഞാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിന്റെ, അത് പറയല്ലേ, യേശു കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇനി ഞാൻ ലോകത്തിന്റെ ആമേൻ. ഈ ഭൗതികത്തിലും ആത്മീകത്തിലും ലോകത്തിലും ഒരുപാട് ചലനം ഉണ്ടാക്കിയ ഒരു വേടാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന്. ശ്രദ്ധിച്ചേ. ഈ ഭൗതിക ലോകത്തിലും ആത്മീയ ലോകത്തിലും ഒരുപാട് ചലനം, ഒരുപാട് തത്വങ്ങൾക്ക്, ഒരുപാട് ഉയർച്ചകൾക്ക് കാരണമായ വേടാണ്. മത്തായി സുവിശേഷത്തിനകത്ത് ഭാഗ്യവാന്മാരുടെ ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. അതിനകത്ത് ഇങ്ങനെ ഒരു വെളിച്ചത്തെ പറ്റി പറയുന്നു. വീണ് കടന്ന തളർന്നുപോയ ഒരു ജനത്തിന് അവരുടെ അകത്തേക്ക് ആത്മശക്തി, അവരുടെ അകത്തേക്ക് ഒരു ആന്തരിക ബലത്തെ കൊടുക്കാൻ പറ്റിയ ഒരു വേടാണ്. ഞാൻ ആത്മീയ ലോകത്തെ കുറിച്ചല്ല പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ പ്രസ്താവനകളെയും പ്രവചനങ്ങളെയും യേശുക്രിസ്തുവിന്റെ ഇത്തരം വാക്കുകളെയും എനിക്ക് തോന്നുന്നത് ആത്മീയരെക്കാളും സ്വാധീനിച്ചിരിക്കുന്ന പുറം ലോകത്തിലാണ്. ചില ഇരുണ്ട ലോകങ്ങൾക്ക് വെളിച്ചം പകരാൻ അവിടുത്തെ സാമുദായ നേതാക്കന്മാർക്ക് അകത്ത് കിട്ടിയ ആത്മബലമായിരുന്നു ലോകത്തിന്റെ വെളിച്ചം എന്നുള്ളത്. അത്രത്തോളം അത് മാറ്റങ്ങൾ ഈ ചിന്തകൾക്ക്, കേവലം ഈ ചിന്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്ന വെളിച്ചത്തിന് വ്യക്തികളുടെ ഉള്ളത്തിൽ എന്തുമാത്രം മാറ്റം വരുത്താൻ കഴിയും. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി
അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. ഈ പകല് ആ പഴയ നിയമത്തിലെ വേട് പറഞ്ഞ് ഈ ആശയത്തെ ഞാൻ തുടങ്ങുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ ഒരിക്കലും ലജ്ജിതരായി പോകത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഈ വേട് കയറി വരുന്നത്. ഞാൻ ആത്മാവിൽ ഈ വേടിനെ ഒരു ദൂതായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുതുകയാണ്. നിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകുമെന്ന് ചിന്തിച്ചു വരുന്ന ആ പ്രശ്നത്തിന്റെ മുമ്പിൽ നീ അറിയാത്ത ഒരു വഴി നിനക്ക് വേണ്ടി തുറന്നിരിക്കും. അവൻ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, ഇനി ഒരു പ്രശ്നം കയറി വരാൻ നേരത്ത് ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരണം. ഇതിനകത്ത് ഞാൻ ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. സത്യത്തിൽ പറഞ്ഞാട്ടെ, ഞാൻ ഈ വിഷയത്തിനകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ, സാഹചര്യത്തിൽ, സാമ്പത്തിക മേഖലകൾക്കകത്ത്, വ്യക്തികളുടെ മുമ്പിൽ നീ ലജ്ജിക്കപ്പെടാൻ അനുവദിക്കാത്ത ഒരു കർത്താവ്, ഒരു ലൈറ്റ് നിന്റെ മേൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വചനം സമീപമായപ്പോൾ പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് അത് ലൈറ്റ് വന്ന്, ലൈറ്റ് ഇരുളിനെ പ്രകാശിപ്പാൻ ലൈറ്റ് വന്നു. ഇരുളിനെ പ്രകാശിക്കാൻ ലൈറ്റ് വന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ ദൈവശബ്ദമായിട്ടൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഇരുൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഇവിടെ വെളിച്ചം എന്ന് പറയുന്നത് ദൈവമാണ്, യേശു കർത്താവാണ്. ഇരുളിന് പ്രവൃത്തിയുണ്ട്, വെളിച്ചത്തിനും പ്രവൃത്തിയുണ്ട്. ഇരുളിന്റെ പ്രവൃത്തികളെ മാറ്റാനാണ് വെളിച്ചം വന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുളുകളുടെ പ്രവൃത്തികൾ അഴിയുമെന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. ഇരുളിന്റെ പ്രവൃത്തി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ഇരുളിന്റെ പ്രവൃത്തി ഒന്നും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒന്നും ഇല്ലാതാക്കുക. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് സകലത്തെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരാളാക്കിയ, സകലത്തെ നിർമ്മിച്ചതിന് കാവലാക്കിയ ദൈവം നിന്നെ നിർത്തിയേക്കുന്നത്. നിന്റെ വായ്ക്കകത്ത് ചിലതിനെ സൃഷ്ടിക്കാൻ പറ്റും. നിന്റെ വചനങ്ങൾക്ക് ചിലതിനെ ഉളവാക്കാൻ പറ്റും. ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട നിങ്ങളെ കുറിച്ച് സാത്താന്റെ പദ്ധതി അവന് ഒന്നുമില്ലാതായി ചിത്രീകരിക്കണം. ഒന്നുമില്ലാതായി അവന്റെ നിഷ്ഫല പ്രവർത്തികളെ ഉള്ളതുപോലെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്. അവൻ ലൈറ്റാണ്. ഒരു കാര്യം ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ ജോലിക്കകത്ത്, നിങ്ങളെന്ന വ്യക്തിക്കകത്ത് ലൈറ്റിന്റെ കരം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ റിങ്കു ഉണ്ടായിരുന്നു. സൂം മീറ്റിങ്ങിൽ പറഞ്ഞ ലൈറ്റ് വരുമ്പോൾ ഇരുട്ട് മാറുമെന്നല്ല, ഇരുട്ട് ഓടിപ്പോവും. ഇരുട്ട് ഓടിപ്പോവും. ലൈറ്റ് ഒന്ന് പറഞ്ഞ, ലൈറ്റ് വരുമ്പോൾ ഇരുട്ട് ഓടിപ്പോവും. നമ്മൾ ഒന്നുമില്ലാതെ ശൂന്യമായിരിക്കുക എന്നുള്ളത് സാത്താന്റെ പദ്ധതിയുടെ പ്ലാനിന്റെ ഭാഗമാണെങ്കിൽ ലൈറ്റ് വരുമ്പോൾ ചിലത് ഉളവാകും. യേശുവിന്റെ നാമത്തിൽ ഇതിനൊന്നും ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ ആളില്ലേ? ലൈറ്റിന്റെ പ്രത്യേകത ചിലതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ആവർത്തിക്കുക. എനിക്ക് ആവർത്തിക്കണം ഞാൻ ഇഷ്ടപ്പെട്ടതല്ല. ആദ്യം തന്നെ കാണുന്ന സൃഷ്ടിപ്പ്, കാണുന്ന വേട്, അവൻ ചിലതിനെ നിർമ്മിക്കാൻ വേണ്ടി ഭൂമി അന്ധകാരത്തിൽ കിടക്കുമ്പോൾ അന്ധകാരത്തിൽ കിടക്കുന്ന ഭൂമിയെ റീക്രിയേറ്റ് ചെയ്യാൻ ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചത്തെയാണ്. ഈ വെളിച്ചം ആരാണെന്ന് കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം പറയുന്നു. അവനാലാണ് സകലം നിർമ്മിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാലേ, അവനാണ് ആ വെളിച്ചം. യേശുവാണ് വെളിച്ചം. അവൻ അന്ധകാരത്തെ ഓടിച്ചിട്ട് ഒന്ന് പറഞ്ഞ അന്ധകാരത്തെ ഓടിച്ച് നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി വരുമോ? ഞാൻ പ്രസംഗമായിട്ട് പോകുന്നില്ല. അന്ധകാരത്തെ ഓടിച്ചിട്ട് അവൻ അതിനകത്ത് ചിലതിനെ ഉളവാക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ ലൈറ്റ് എന്ന് പറയുന്ന നമ്മളെ കുറിച്ചുകൂടെ പറയാണ്. ലൈറ്റ് വന്ന് നമ്മളെ ലൈറ്റ് ആക്കിയപ്പോൾ, നമ്മളെ ലോകത്തിന്റെ വെളിച്ചമാക്കിയപ്പോൾ, ഈ 1-ാം അധ്യായ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറയാനൊരു ദൂതുണ്ട്.
യേശു കർത്താവ് എന്ന ലൈറ്റ് വന്ന് സകലത്തെ ഉരുവായപ്പോൾ 4-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ ദിവസത്തിൽ പകൽ വാഴേണ്ടതിന് സൂര്യനെയും വലിയ വെളിച്ചങ്ങളെയും, രാത്രി വാഴേണ്ടതിന് ചെറിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി. അവിടെ കിടന്ന വാക്ക് വാഴേണ്ടതിന്. ഒന്ന് പറഞ്ഞേ. ഉറങ്ങാൻ നല്ല ചൂടുണ്ട്, ഉറങ്ങുന്നിങ്ങനെ ഉറങ്ങട്ടെ. ഞാൻ ആത്മാവിനെ നിങ്ങളുടെ അകത്തേക്ക്, നിങ്ങൾ പോലും അറിയാതെ ആത്മാവിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ ആത്മാവെ അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു വാഴേണ്ടതിന്. എന്താണ്? ഇല്ല, ഉറങ്ങുന്നവർക്ക് ഉറങ്ങോട്ടെ. എഴുന്നേറ്റിരിക്കുന്നവരോട് പറ, തൽക്കാലം എഴുന്നേറ്റിരിക്കുന്നവരോട് പറ, പകൽ വാഴേണ്ടതിന്. അപ്പം ഇതിനെ ഉരുവാക്കിയത്, എല്ലാത്തിനെ ഉരുവാക്കുന്നത് അവനാലാണ്. ആരാണ്? യേശു ക്രിസ്തുവിനാൽ. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതോ സയൻസ് പറയുന്നതാണ് കേൾക്കുന്നത്? അല്ല, ഞാൻ പ്രസംഗിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. യേശു എന്ന വെളിച്ചം വന്ന് 4-ാം ദിവസം എന്തുണ്ടാക്കിയേ? പകൽ വാഴേണ്ടതിന് സൂര്യനെയും വലിയ വെളിച്ചത്തെയും, രാത്രി വാഴേണ്ടതിന്, ആശയം ഞാൻ പറയാം, അകത്ത് കിട്ടുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യും. ഇപ്പൊ പകൽ വാഴേണ്ടതിന് വലിയ വെളിച്ചത്തെയും, രാത്രി വാഴേണ്ടതിന് ചെറിയ വെളിച്ചത്തെയും ആദ്യത്തെ ദിവസം യേശു കർത്താവ് എന്ന വെളിച്ച നിമിത്തമാണ് ഉണ്ടായെങ്കിൽ, ഭൂമിയിൽ യേശു കർത്താവ് ഭൂമിയിൽ വന്നിട്ട് ഞാനാകുന്നു ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ് അവനാൽ ഒരു ജനത്തെ ഉളവാക്കിയിട്ടുണ്ടെങ്കിൽ, ആ ജനത്തോട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമെങ്കിൽ, ആദ്യം കിടന്ന ദൂത് എനിക്കൂടെ പ്രയാസപ്പെട്ടതാണ്, നിന്നെ അവൻ വാടാനാ വിളിച്ചിരിക്കുന്നത്. ആമേൻ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ വാഴ്ച. ഒന്ന് പറ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന് തുറന്ന്. വെളിച്ചത്തിന്റെ വാഴ്ച. ഇനി ഉള്ളത് ഇരുട്ടിന്റെ വാഴ്ചയല്ല, ഇനി ഉള്ളത് വെളിച്ചത്തിന്റെ വാഴ്ചയാണ്. ആമേൻ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് അത് പൂരിപ്പിക്കുന്ന ഭാഗമുണ്ട്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിന്റെ ജീവനിലേക്ക് പ്രവേശിക്കും. ആമേൻ. എന്നെ അനുസരിക്കുന്നവനോ എന്നെ വിശ്വസിക്കുന്നവനോ എന്നല്ല പറഞ്ഞ, എന്നെ അനുഗമിക്കുന്നവൻ. വെളിച്ചത്തെ അനുഗമിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വെളിച്ചത്തെ അനുഗമിക്കാന്ന് പറഞ്ഞാൽ ആ വെളിച്ചം നിന്നിലേക്ക് വരിക എന്നതിന്റെ അർത്ഥം. കൂടെ ഇല്ല, പലരും വെളിച്ചത്തെ അനുഗമിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മേൽ വെളിച്ചത്തിന്റെ പ്രവൃത്തി സംഭവിക്കും. ഇത് കട്ടിയാണ്, ഇത് ഭയങ്കര കട്ടിയാ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. 2000 വർഷം ഞാൻ മറന്നു കഴിഞ്ഞു. ഒരിക്കലും ഞാൻ ആരാധിച്ചുകൊണ്ട് എൻ്റെ സഭയിൽ ഇരിക്കുകയാണ്. അതുവരെ ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചു, PTH എടുത്തു, ശേഷം ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ MD മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എടുത്തു. എന്നിട്ട് ഇതേക്കുറിച്ചൊന്നും എനിക്ക് ബോധ്യമൊന്നും നമുക്ക് അകത്തേക്ക് വന്നില്ല. വേടറിയാമെന്നതിലുപരിയായിട്ട് ഈ റെവലേഷൻസ് ഒന്നും അകത്തോട്ട് കയറുന്നില്ല. ക്ലാഡ്സൺ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ക്ലാഡ്സൺ പാസ്റ്റർ, ബോസ് പാസ്റ്റർ, ഒരു 10-15 പാസ്റ്റർമാരുണ്ട് അസോസിയേറ്റ് ആയിട്ട്. പച്ചകോടി നിറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ സോമു എന്ന് പറയുന്ന ഇപ്പോൾ അമേരിക്കയിലുള്ള ദൈവദാസന്റെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത്, ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പിൽ അഭിഷിക്തൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിർത്തുക. ലൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇരുന്ന കസേര എഴുന്നേറ്റ് മുട്ടുകുത്തി ഓർക്കുന്നുണ്ട്. ഒരു ലൈറ്റ് എന്നെ ഒന്ന് റൊട്ടി അഴിയായിരുന്നു. ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ മുതൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത റെവലേഷൻസുകളെ ദൈവം എനിക്ക് തുറക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ നിന്ന് പറയാണ്, ഇതിനകത്ത് എത്ര ഉറക്കം തൂങ്ങിയിരുന്നെന്ന് പറഞ്ഞാലും നിന്റെ മേലൊരു ലൈറ്റ് കത്തിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ടെങ്കിൽ, അതിന്റെ പ്രത്യേകത, അവൻ ഇരുളിൽ പ്രകാശിക്കും. എന്താണ്? ഇരുളിൽ പ്രകാശിക്കും. നീ ലൈറ്റുമായിട്ട് പോകുന്നവരോട് പറ, നിന്റെ മേൽ കാണാത്തത് പലതും നീ കണ്ടെടുക്കും.
എനിക്ക് ഒരുപാട് ആഴങ്ങൾ എടുക്കുന്നുണ്ട്. ദൈവം ഈ ഭൂമിക്കകത്ത് ഒരുപാട് മിസ്റ്ററികളെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും പറയണം, എല്ലാവരും പറ. ദൈവം ദാസം കേൾക്കുന്നുണ്ടോ? ദൈവം ഒത്തിരി മിസ്റ്ററികളെ ഈ ഭൂമിക്കകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അവകാശമായി തന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങളാണെങ്കിൽ നിങ്ങളാന്ന് പറയണം. ഇതിനെ തിരിച്ചറിയാൻ വേണ്ടി ദൈവത്തിന്റെ ലൈറ്റ് നിന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ ഈ പകൽ പറയുന്നു, നിന്റെ നന്മ, നിനക്കുള്ളത് തിരിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ നിന്റെ മേൽ ലൈറ്റ് വീഴാൻ പോവുകയാണ്. ഈ ശക്തിയുള്ള വചനം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പോവുക. ഇരുട്ടിട്ട് നിന്നെ വലയ്ക്കുന്ന ആ വലച്ചില് ഈ പകല് ഈ വചനത്താൽ അഴിഞ്ഞു മാറട്ടെ. വെളിച്ചത്തിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ട ജനമാണ് കർത്താവിന്റെ കൂടെ വന്നവര്. ഈ വേടിനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വെളിച്ചത്തിന്റെ കൂട്ടായ്മ ആചരിപ്പാൻ വെളിച്ചത്തിലേക്ക് അനുഗമിക്കപ്പെട്ടവരാണ് യേശുവിനെ അനുഗമിച്ച ദൈവമക്കൾ. അവരുടെ ഉള്ളിൽ സാത്താന്റെ ഓരിയിരുട്ടും വാഴാൻ ദൈവം അനുവദിക്കുന്നില്ല. അവിടെ വാഴേണ്ടത് ഒന്നാണ്, വെളിച്ചത്തിന്റെ വാഴ്ച. ഞാൻ ഈ ദൂതിനെ നിങ്ങളുടെ മേലേക്ക് എഴുതുകയാണ്. നിന്റെ ദേശത്തിൽ നിന്റെ മേലൊരു വാഴ്ച നടത്താൻ ദൈവം നിന്റെ മേലൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് സാധാരണ ദൂതല്ല കേട്ടോ, ഇത് സാധാരണ ഒരു ദൂതല്ല. നിന്റെ ദേശത്ത് നിനക്ക് വാഴാൻ ഒരു വെളിച്ചം നിന്റെ മേൽ ഇട്ടിട്ടുണ്ട്. ആ വെളിച്ചം നിന്റെ മേൽ സാത്താന്റെ സകല എല്ലാ നിഷ്ഫല പ്രവർത്തികളെയും ഇല്ലാതാക്കി മാറ്റും. ദൂതിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ദൂതുകൾ. എന്റെ ദേശത്ത് പല കുടുംബങ്ങളിൽ പല വ്യക്തികളിൽ സാത്താനിട്ടിരിക്കുന്ന നിഷ്ഫല പ്രവർത്തികളെ ഓടിക്കാൻ നീ എന്ന വെളിച്ചം മതി. അമ്മ പറയുന്നവർക്കായി നീ പാട്ടുപാടിയാൽ, നീ അന്യഭാഷ പറഞ്ഞാൽ, നീ ആത്മാവിൽ സ്തുതിച്ചാൽ, വേണ്ട ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ നിന്റെ വായിൽ നിന്ന് ദൈവാത്മാവിന്റെ തേജസ് ഒഴുകും. വേട് ചിലരെ പോയി തൊടുന്നുണ്ടല്ലോ. ഈ വേട് ഈ ദേശത്തിലെ അന്ധകാരത്തെ മാറ്റുന്നുണ്ട്. അന്ധകാരത്തിന്റെ ശക്തിയോട് ഈ വേട് ഇടപെടുന്നുണ്ട്. ഈ വേട് ദേശത്തെ കയറി ആക്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ് യേശു വന്നൊരു ടോർച്ച് അടിച്ച് കാണിച്ചെന്നല്ല. അന്ധകാര നിബിഡമായി കടന്ന ഈ ലോകത്ത് സാത്താൻ ഇട്ടിരിക്കുന്ന സകല പ്രവർത്തികളെയും ഒരൊത്ത വെളിച്ച നിമിത്തമായി ഓടി മറിഞ്ഞവൻ. അന്നാവിൻ ഞാൻ വിശദീകരിക്കുന്നു. വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ടിനോ ഇരുട്ടിന്റെ പ്രവർത്തികൾക്കോ നിൽക്കാൻ കഴിയത്തില്ല. സഭയാമേൻ പറയണം. വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ടിനോ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്കോ നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് വെളിച്ചത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. എനിക്കിത് ഉറങ്ങുന്നവർക്കായിട്ടൊരു ദൂത് പറയാണ്. നിന്നെ വീട്ടിനെ ഉറക്കിക്കളയുന്ന, നിന്റെ ലൈഫിനകത്ത് എന്നേക്കുമായി ഉറക്കമിടുന്ന ആ ഇരുട്ടിനും ഇരുട്ടിന്റെ ആത്മാവിനെ ആത്മാവ് പൊട്ടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് കട്ടിയുള്ള ദൈവശബ്ദങ്ങൾ പറയണമെന്നുണ്ട്. ഹല്ലേലൂയ. ആദിയിൽ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ ജീവൻ എന്തായി? ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു.
വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ആമേൻ. സോ അങ്ങനെയാണെങ്കിൽ വെളിച്ചത്തിനകത്ത് ജീവനുണ്ടെങ്കിൽ ഇരുളിനകത്ത് തന്നെ ഉണ്ട്. ഇരുളിനകത്ത് ഈ ഇരുളാണ് ആദമിലൂടെ മരണം എന്ന് പറയുന്ന അനുഭവത്തെ തുറന്നത്. മരണത്തെ എന്നേക്കുമായി കേൾക്കുന്നില്ല, മരണത്തെ എന്നേക്കുമായി മാറ്റാനുള്ള ലൈറ്റ് ഇതിനകത്തുണ്ട്. ഓ സ്തോത്രം. ഞാൻ കേവലം ഒരു രോഗസൗഖ്യത്തെ കുറിച്ചല്ല പറയുന്നത്. ഇതിവിടുന്ന് പഠിച്ചു പോയതേ ഉള്ളൂ. ഈ വേട് അകത്തായെന്ന് പറയുമ്പോൾ ഇതിന്റെ റെവലേഷൻ മനസ്സിലാവത്തു. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ തിരിച്ചു വല്ലതും പറയും. ലൈഫിലുള്ള ലൈറ്റ് ഇവിടെ ഉണ്ട്. എവിടെയുണ്ട്? നിങ്ങളുടെ അകത്തുണ്ട്. എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ള, ഞാനത് സാധാരണ ചെറിയ ദൂതായി പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിനുള്ള ലൈറ്റ് ക്രിസ്തുവിലുണ്ട്. ഹല്ലേലൂയ. അതിനെ ആത്യന്തികമായിട്ട് യേശു കർത്താവ് വെളിപ്പെട്ടപ്പോൾ പറയാണ്, മനുഷ്യർക്ക് വെളിച്ചമായി വന്ന യേശു കർത്താവിൽ ആ ലൈറ്റിനകത്ത് ലൈഫ് കിടപ്പുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ലൈഫ് ഇരിക്കുന്നത് ആ ലൈറ്റിനകത്താണ്. നിങ്ങൾ ഇരുട്ടിൽ തപ്പിയാൽ കിട്ടത്തില്ല. ഇരുട്ടിന്റെ പ്രവൃത്തി ഒന്നുമല്ലതാക്കും. ഇരുട്ടിന്റെ പ്രവൃത്തി നിന്നെ നിഷ്ഫലമാക്കും, നിന്റെ കഴിവില്ലാതാക്കി തീർക്കും, നിന്റെ വിളിയില്ലാതാക്കി തീർക്കും, നിന്റെ ജോലി നശിപ്പിച്ച് കളയും, നിനക്കുള്ളതിനെ മുഴുവൻ ഇല്ലാതാക്കും. പറഞ്ഞ സാത്താൻ അവനെ അറിയാവുള്ളൂ. അവൻ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നിന്റെ അകത്ത് വന്ന ലൈറ്റ് ഉണ്ടല്ലോ, അവൻ ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനും വന്നേക്കുന്നത്. അവൻ ശരിയായ വാതിലിലൂടെ തന്നെ കയറിയേ. ആ വാതിലല്ലാതെ ഒറ്റ ഓർത്തനെ കയറ്റരുത്. ആമേൻ. ഹല്ലേലൂയ. ബാക്കി എല്ലാ വാതിലും യേശുവിന്റെ നാമത്തിൽ അടയട്ടെ. ഇരുട്ട് കയറി വരുന്ന സകല വാതിലുകളും അടയട്ടെ. ആമേൻ. ആമേൻ. സാത്താൻ അവസരം കൊടുക്കരുത്. സാത്താന് അവസരം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളന്നേരം ആ ബോംബും വടിവാളും ഒക്കെ എടുത്ത് വെട്ടാൻ നിൽക്കണം. വെട്ടണ്ട, എതിർത്ത് നിൽപ്പിക്കും. എന്നാൽ അവൻ നിന്നെ വിട്ട് ഇത്ര ഉള്ളു സംഭവം. നമ്മൾ കയറി ജയിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പലതും സംഭവിക്കാതെ കണ്ട. അവൻ അടി കൊണ്ട് കടന്നു കിടക്കുകയാണ്. തിരിച്ചു കാണിച്ചുകൊണ്ട് സ്വീകരിക്കാതെ അല്പം ഒന്ന് ഗൗരവത്തോടെ കാണിച്ചിട്ട് എതിർത്ത് നിന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കുഴപ്പം എന്നാണെന്നറിയോ? പുള്ളി കൊണ്ടിരുന്നതല്ല ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഇതാ കുഴപ്പം. എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് ഈ കഷ്ടപ്പാട്, കഷ്ടത എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പാഴ്മരുഭൂമിയിൽ പുഴുവായി നിന്നുകൊണ്ട് ഇത് മൊത്തം അനുഭവിക്കുകയാണെന്നുള്ള ജീവിതശൈലിയിൽ അങ്ങ് പോവുക. എനിക്കിവരെ കാണാൻ നേരത്തെ ഇതുപോലെ പ്രയാസമില്ല. കർത്താവിൻ്റെ വേല നിമിത്തമായി എവിടെ ഇരുമ്പോൾ തല്ലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാനത് സമ്മതിച്ചു കൊടുക്കാറുണ്ട്. ഇത് വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാം മേടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യൻ ലൈഫിൻ്റെ പ്രാധാന്യത, അതിൻ്റെ മഹാത്മ്യം, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ബ്യൂട്ടി എന്നാണെന്ന് ഈ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ പറ, ഈ നിങ്ങളുടെ ദേശത്തെ ലൈറ്റ് നിങ്ങളാണ്. നിങ്ങൾ കെട്ടിരുന്ന ലൈറ്റിനെ കാണാൻ പറ്റത്തില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല വെക്കണ്ടേ, ഹണ്ടിൽമേൽ വെക്കണം അല്ലേ? ഹണ്ടിൽമേൽ വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു മിന്നാമിനിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. പുള്ളിയുടെ ചെറിയ പുറകിരിക്കുന്ന ആ വെട്ടം മതി ഇരുട്ടിനെ ഓടിക്കാൻ അല്ലേ? ഇരുട്ടിനെ ഓടിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ട് മാത്രം കാണുന്നവരോട് ഞാൻ പറയുന്നത്, നീ ചില പുതിയ കാഴ്ചകളെ കാണാൻ പോവുക. കർത്താവ് എൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞതാണ്. ഇതൊരു ദൈവാലോചനയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സൂം മീറ്റിംഗ്, UK യിലുള്ള ഒരു ചർച്ചിൻ്റെ സൂം മീറ്റിങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ബ്ലൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മൊത്തം അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്ലൂ കളറാണ്, ബ്ലൂ കളറിൽ വട്ടമാണ്. ഞാൻ പിന്നീട് പോയി അതെന്നാണെന്ന് നോക്കി പറഞ്ഞ്, ഇറ്റ്സ് എ റിലം ഓഫ് ഹെവൻ. അവരുടെ റില്ലത്തെ പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇതാണ്. ഹല്ലേലൂയ. അത് വന്നതുകൊണ്ട് ഞാനും പറയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടവും ആഗ്രഹമാണ് അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുക.
ദൈവാത്മാവ് വ്യക്തിപരമായി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യും. എനിക്കറിയാം, നല്ല ചൂടുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഈ ചൂട് തീ തൂതു അനിവാര്യമാണെന്ന് എനിക്കറിയാം. ദൈവം നമ്മുടെ അവസ്ഥയെ മാറ്റാൻ പോവുകയാണ്. ഹോള് ദൈവം വെളിപ്പെടുത്തിയതിനായ ഇഷ്ടം. ഞാൻ ഇങ്ങനത്തെ പയ്യെ പറയത്തുള്ളൂ. ദൈവം ഒരു എയർ കണ്ടീഷൻ ഹോള് ദൈവം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ആമേൻ. ഈ ഭൂമിയിൽ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് വെളിച്ചം ഉപയോഗിച്ച് ഹെവൻലി റിലം ദൈവത്തിന് ഇറക്കി തരാൻ താല്പര്യമുണ്ടെങ്കിൽ ഭൂമിയിൽ ഒരു എയർ കണ്ടീഷൻ എന്താണ് കുഴപ്പം? അത്രയും പാടില്ല. പക്ഷെ നമ്മുടെ മനസ്സ് പലയിടങ്ങളിലും ചേഞ്ച് ആകണം. ഞാൻ ഇങ്ങനെയുള്ളവനാണ്, ഇത് അനുഭവിക്കേണ്ടവനാണ്, ഇങ്ങനെ ഞാൻ പോവുള്ളൂ. നോ 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 നോ, നീ ആരാണെന്നുള്ളത്, അതാണ് സത്യം എന്ന് പറയുന്ന അടുത്ത ഭാഗത്ത് അടുത്ത ആഴ്ചയുള്ളൂ. അടുത്ത ഭാഗത്ത് വിശദീകരിക്കേണ്ട ഭാഗം അതാണ്. ദ ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയം. ഓരോ ദിവസവും നമ്മൾ നീതിക്കായിട്ട് സത്യത്തിലേക്ക് നമ്മളെ സെറ്റ് ചെയ്യേണ്ട ഭാഗം അടുത്ത ആഴ്ചയിലാണ് വരുന്നത്. അടുത്ത ആഴ്ച വരികയും ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ലൈറ്റായി എടുക്കുന്നത്, ആത്മാവിൽ ലൈറ്റ് വന്നാൽ ഇരുൾ മാറും. ആമേൻ. ലൈറ്റ് വന്നാൽ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ വേഗത്തിൽ സമയം നോക്കാൻ നിർത്താം. നിങ്ങളെല്ലാവരും ഓടി വന്നാട്ടെ. എഫീസി ലേഖനത്തിലേക്ക് വന്നാട്ടെ. എനിക്ക് ഒരുപാട് ഭാഗം സ്കിപ്പ് ചെയ്താ പോകുന്നത്. എഫീസി ലേഖനത്തിലേക്ക് വന്നാട്ടെ. ഈ ഭാഗം ചിന്തിക്കാതെ മനസ്സിലാക്കാതെ ആരും പോകരുത്. എഫീസി ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം വഴി വായിച്ചു. ഇരുട്ടിന്റെ 8 മുതൽ വായിക്കും. ഇപ്പോഴോ കർത്താവിൽ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ആ വാക്ക് ഒന്ന് നിർത്തിയെന്ന് ചിന്തിച്ച്. മുമ്പേ ഇപ്പോഴല്ല, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. കേട്ടോ അമ്മച്ചി, കേട്ടോ? മുമ്പേ നമ്മൾ എന്തായിരുന്നു? ഇരുളായിരുന്നു. ഇപ്പോഴോ നമ്മൾ ആരാ? ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം. കർത്താവിൽ നമ്മൾ വെളിച്ചമാ. ആമേൻ. ഭൂമിയെ വാഴാൻ വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ, ഭൂമിയെ വാഴാൻ വേണ്ടി, നിങ്ങളുടെ ദേശത്തെ വാഴാൻ വേണ്ടി വെളിച്ചം. അയച്ചു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ഇതൊരു നമ്മുടെ അകത്തേക്ക് വെളിച്ചം വരിക എന്ന് പറഞ്ഞാല് ചെറുതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. വളരെ ചെറുതായി. രക്ഷിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഒരാഗ്രഹം, ആവേശമൊക്കെ ഉണ്ടായി. ബാക്കിയുള്ളവരുടെ ജീവിതശൈലി കണ്ടു. ആ ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ചെറുതായിട്ട് തോന്നത്തുള്ളൂ. ഒരു കുഞ്ഞ് ഇവിടെ ബ്ലാഡ്സിന്റെ മോളിവിടെ ഉണ്ട്. അവളെ നമ്മളെല്ലാവരും നടന്നു തുടങ്ങിയത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് ആരംഭിക്കുന്നത്. പലരും ഈ സ്റ്റെപ്പ് ഇങ്ങനെ തുടങ്ങാതെ 40 വർഷമായിട്ടും നടക്കാൻ പറ്റാത്ത തളർവാദ രോഗിയെ പോലെ ഇരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പും പോകുന്നുണ്ടെങ്കിൽ ഈ വെളിച്ചത്തിന്റെ വിശാലത കൂടിക്കൂടി വരും. അപ്പോൾ ഈ നടന്നു തുടങ്ങിയ കാലഘട്ടത്തില് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ ഇരുൾ എന്ന് പറയുന്ന ഇന്നലത്തെ പ്രവൃത്തിയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുക അത്ര വേണ്ട. കടന്നിങ്ങോട്ട് വരാൻ നേരത്തെ ഈ മനസ്സ് ഭയങ്കര പ്രശ്നക്കാരനാണ്. മനസ്സ് ഒന്നുകൂടെ വിശുദ്ധമാക്കിയ, നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. എന്താണ് അകത്തെ ആത്മാവ് സംബന്ധിച്ച്? അകത്തൊരു മനുഷ്യൻ ജനിച്ചു. ആമേൻ. അകത്ത് ഒരു മനുഷ്യൻ ജനിച്ചോ? യേശുവിനെ പോലെ തന്നെയായിരുന്നു. അവൻ ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞായി ജനിച്ചു വളർന്നു വന്നതുപോലെ. ഈ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മാത്രമേ ഈ കാര്യങ്ങൾ കൃത്യമായി ആപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. ഇനി വളർച്ച എന്ന് പറയുന്നത്
ഈ ഫുഡ് നീ കഴിക്കാൻ പറ്റുന്ന പ്രായത്തിലേക്ക് നിന്റെ മനസ്സിനെ പാകമാക്കുന്നതാണ്. ശ്രദ്ധിച്ചില്ല? വളർച്ച എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ വളർച്ച എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ നിങ്ങളിലുള്ള വളർച്ച എന്ന് പറയുന്നത്, പാലെന്ന ആഹാരം വിട്ട് കട്ടിയുള്ള ചിക്കനും മട്ടനും കഴിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിന് പാകമായി വെളിപ്പെടുന്ന രീതിയാണ്. ആമേൻ. ഞാൻ ഇത്തരം താഴെ ഇതെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്, ഇനി പാല് കുടിച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇനി പാലല്ല, കട്ടിയുള്ള ആഹാരം വെളിപ്പെടുക. ആമേൻ. ഞാൻ വന്ന ദിവസങ്ങളിൽ ഭയങ്കര കട്ടിയത് തന്നു, ദഹിച്ചില്ല. പിന്നെ എനിക്ക് ദഹിക്കാതായിപ്പോ. ആമേൻ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഡെത്ത് ഉണ്ട്. ആ ഡെത്ത് ഇതാണ്: എൻ്റെ അകത്തൊരു മനുഷ്യൻ ഉരുവായിട്ടുണ്ട്. 40 കൊല്ലമാണെങ്കിലും വളരാൻ നടക്കാത്ത രോഗിയാണെങ്കിലും പേടിക്കണ്ട. ആത്മാവുണ്ടല്ലോ, 40 വർഷം കഴിഞ്ഞവനെ നടത്തുന്ന ദൈവമാണ്. ആമേൻ. 40-ലധികം വയസ്സ് പ്രായമുള്ളവൻ പള്ളിയിൽ പോയിരുന്ന് മുടന്തനായിരിക്കുവേ അവന്റെ ആവശ്യത്തെ മാറ്റി ദൈവം പത്രോസിന്റെയും യോഹനാനിലൂടെയും അവന്റെ നടക്കാത്ത കാലിനെ നടക്കുമാറാക്കിയ ദൈവം ഇന്ന് പകലും ഉയർന്നു വരാത്ത ആത്മചിന്തകളെയും ബോധങ്ങളെയും സത്യത്തിന്റെ ഫലമായി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരണം. നിന്റെ വളർച്ച ഈ ദേശത്തിന്റെ വളർച്ചയാണ്. അതെ, നിന്റെ വളർച്ച നിന്റെ നാടിന്റെ വളർച്ചയാണ്. അതെ, കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു കൊട്ടേഷൻ പറയുന്നത് കേട്ട് ഞാനിത് പറഞ്ഞു എന്നറിയത്തില്ല. ദൈവം സൊദോം ഗോമോറയെ നശിപ്പിക്കുന്ന ഒരു ഭാവം. അപ്പം ദുഷ്ടന്മാരെ കണ്ടിട്ട് എന്ത് ചെയ്തെന്നാ? ദുഷ്ടന്മാരുടെ പെരുപ്പം കണ്ടിട്ട് അവരെ ആ ദേശത്തെ നശിപ്പിച്ചെന്നല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ദൈവദാസൻ വചനം എടുത്തിട്ട് വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: ദുഷ്ടന്മാര് കൂടിയിട്ടല്ല, അവിടെ ഒരു നീതിമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. സത്യല്ലേ? നീതിമാൻ ഇല്ലാത്തത് കൊണ്ടാ. അപ്പൊ മനസ്സിലായിക്കോളാം, നീ എന്ന നീതിമാന്റെ ക്വാളിറ്റി നിന്റെ ദേശത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ബൈബിൾ വായിക്കുന്നുള്ളെങ്കിലും, ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നുള്ളെങ്കിലും, ഹല്ലേലൂയ, തിരുത്തണം, നിങ്ങളുടെ ഉള്ളിൽ തിരുത്തണം. അപ്പോഴും ഞാൻ പറയട്ടെ, നീ എന്ന ഇമ്പോർട്ടൻസ് നിന്റെ ദേശത്ത് അനിവാര്യമാണ്. ഹല്ലേലൂയ. ഈ വളർച്ചയുടെ ഘട്ടങ്ങളിൽ തിരിച്ചറിവുകൾക്കകത്ത് വളരാൻ വേണ്ടിയാണ്. വീണ് പോകരുത്, അങ്ങനെ കയറി വരുന്നതിനെ ശാസിക്ക എന്ന് പറഞ്ഞ് കൊട്ടേഷൻ നിർത്തുക, പറഞ്ഞു നിർത്തുക. ഒരു വീടുണ്ട് അതിനകത്ത്, പറഞ്ഞു നിർത്തുക. അയച്ചു. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. അവയെ ശാസിക്കുമ്പോൾ, നിന്റെ അകത്ത് ക്രൈസ്റ്റ് വന്നെന്ന് അറിഞ്ഞ് അവയെ ശാസിക്കുമ്പോൾ അത് നമ്മളെ വിട്ടങ്ങ് മാറിപ്പോവും. പലരും അതിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, പലരും അതിലേക്ക് പോകുന്നത് കൊണ്ടാണ് വീണ്ടും. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ഇരുളിന്റെ ഒരു വാതിലുകളും അവൻ വരുന്നത് വീണ്ടും ഇരുട്ടാക്കാനാണ്. അവന് വീണ്ടും ഒന്നുമല്ലാതാക്കി തീർക്കാനാണ്. നീ ആരാണെന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് ഈ ലൈറ്റ് നിങ്ങളെ നിർത്തണം. ലൈറ്റ് തരുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നീ ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ആ വളർച്ചയ്ക്കകത്ത് നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ ഒരു ഭാഗം പറഞ്ഞു നിർത്താം. വായിച്ചേ. ബോധം വരുത്തുമല്ലോ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഈ ഒരു വേർഡ് ഭയങ്കര ചലനമാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്ക. ഒന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞു, ഈ ഭാഗം പറഞ്ഞു നിർത്താം, സമയമൊന്നും ആയില്ല. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. 5 പേര് മരിച്ചു കിടക്കാന്ന് വിചാരിക്കുക. 5 പേര് ഇതിന്റെ നടുക്കൊരുത്തം കിടന്ന് ഉറങ്ങുക. നടുക്ക് കിടത്തണം എനിക്ക് താല്പര്യമില്ല. ചിലർ നടുക്കിരുന്ന് ഉറങ്ങുന്നുണ്ടാവും. ആമേൻ. നടുക്കൊരുത്തം കിടന്ന് ഉറങ്ങുക.
ഈ മൊത്തം എത്ര പേരുണ്ട്? 6 പേരുണ്ട്. മൊത്തം എത്ര പേരുണ്ട്? ഇപ്പൊ 6 പേരെ കുറച്ചകലെ നിന്ന് ഞാൻ നോക്കിയാലും ഇത് 6 പേരും മരിച്ചു കിടക്കുന്നത് തോന്നുള്ളൂ, ഇല്ലേ? കാര്യം കടപ്പ്, ഇരിപ്പും നിപ്പും ഒക്കെ ഒരുപോലെ. പക്ഷെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ 5 എണ്ണത്തിനകത്ത് ഇല്ലാത്ത ഒരു സംഭവം ഇതിനകത്തുണ്ട്. എന്നാ? ഇത് ശ്വാസമുണ്ട്. ഇവനെന്നാ ഉണ്ട്? ഇവനെന്നാ ഉണ്ട്? പറ, ഇവനെന്നാ ഉണ്ട്? ശ്വാസമുണ്ട്. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ ഇനി മരിച്ചവരുടെ ഇടയിൽ നിൽക്കേണ്ടവനല്ല, നിന്റെ അകത്ത് ശ്വാസം വന്നിട്ടുണ്ട്. വീടക്കകത്ത് കയറുന്നവർക്കായി സ്തോത്രം. ആമേൻ, ആമേൻ. ഇത് ഈ നിഷ്ഫല പ്രവൃത്തികളോടും ലോകത്തിന്റെ ഇഷ്ടങ്ങളോടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ പൗലോസ് ഈ ആശയം പറഞ്ഞത്. ലോകത്തിലുള്ള ആൾക്കാരെ പോലെ സാധാരണ ഒരു വ്യക്തിയായി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാ, എടാ മോനെ, നീ അങ്ങനത്തെ കൂട്ടത്തിൽ പോരുത്. നീ ആ നോർമൽ പേഴ്സൺ അല്ല. നീ ആ മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ പോരുത്, അല്ലെങ്കിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഓടരുത്. കാരണം നിന്റെ അകത്ത് ജീവന്റെ ലൈറ്റ് വന്നിട്ടുണ്ട്. നീ അറിയാത്തൊരു ശ്വാസം നീ വിടുന്നുണ്ട്. ആമേൻ. ആ ശ്വാസത്തിന് ഞാൻ ഇട്ടേക്കുന്ന പേരാണ്, ബൈബിൾ ഇട്ടേക്കുന്ന പേരാണ് ഹോളി സ്പിരിറ്റ്, അകത്തെ മനുഷ്യൻ. ആമേൻ. ഇതുള്ളത് കൊണ്ട് നീ ഇവിടെ ഉറങ്ങാൻ, അവര് മരിച്ചു കിടക്കുകയാണ്, നീ ഉറങ്ങി. കണ്ടാൽ ഒരു പ്രവൃത്തിയാണ്, എന്താ? കണ്ടാൽ ഒരുപോലെയാ. ഒരു മരിച്ചു കിടക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, മരിച്ചു കിടക്കുന്ന അധികം നേരം അവിടെ കിടക്കത്തില്ല. അധികം നേരം ഉറങ്ങുന്നതിന്റെ പ്രവൃത്തി എന്നാണെന്നറിയോ? വെളിച്ചം വരുമ്പോൾ, അല്ലെങ്കിൽ വെളിച്ചം വന്നെന്ന ബോധം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ നേരം വെളുത്ത കാര്യം ഞാൻ പറയുന്നത്, വെളിച്ചം സൂര്യ വന്നെന്ന് അറിഞ്ഞിട്ട് കടന്ന് കറക്കുന്നവനെ ചൂല് കൊണ്ടടിക്കണം, അല്ലെ? ഞാൻ പറഞ്ഞല്ല, ഇവിടുത്തെ പഴയ അമ്മച്ചിമാര് പറഞ്ഞേക്കുന്ന, എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പൊ വെളിച്ചം വന്നു കഴിഞ്ഞ പിന്നെ ഉറങ്ങുന്നവന് കടക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ സാധാരണ കാര്യമല്ല, ഞാൻ മർമ്മോ പറയുന്നത്. വെളിച്ചം വന്നു കഴിഞ്ഞ പിന്നെ മരിച്ചവരുടെ കൂടെ കടക്കാനല്ല, നിനക്കൊരു ലൈറ്റ് വന്നു. എവിടെ വന്നു? നിന്റെ അകത്ത് വന്നു. നിന്റെ അകത്ത് വന്ന തേജസിന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. നീ സാധാരണക്കാരനെ പോലല്ല, നീ ശ്വാസം വിടുന്നുണ്ട്. ഇപ്പൊ നിനക്ക് അറിയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഞാനത് വ്യാഖ്യാനിക്കാൻ പോയി ഇവിടെ നിൽക്കത്തില്ല. കാലനങ്ങുന്നുണ്ടോ? അവൻ്റെ ഇല്ല. മരിച്ചവനെ പോലെ. കയ്യനങ്ങുന്നുണ്ടോ? ഇല്ല. അവനെ പോലെ തന്നെയാ. ഒന്നുമില്ല, കഴിക്കുന്നില്ല, ഇരിക്കുന്നില്ല, ഒന്നുമില്ല, അവൻ കിടക്കുകയാണ്. പക്ഷെ ശ്വാസമുണ്ട്. ശ്വാസമുള്ളവരോട് ഞാൻ പറയുന്നത് നിന്റെ കാലനക്കാം. ശ്വാസമുള്ളവനോട് ഞാൻ പറയുന്നത് നിന്റെ കൈ അനക്കാം. ശ്വാസമുള്ളവനോട് പറയാൻ, നിനക്ക് ബോധം വന്നാൽ നീ അവിടെ കടക്കത്തില്ല. പിന്നെ ബോധം വന്നാലുള്ള ആദ്യത്തെ ക്വാളിറ്റി, ഞാൻ എന്നാ ഇവിടെ കിടക്കുന്നേ, ഞാൻ എന്നാ ഇവിടെ കിടക്കുന്നേ? കാരണം ഞാനിവിടെ കിടക്കുന്നവനല്ല, ഇത് മരിച്ചവരുടെ പ്ലേസ് ആണ്. ഞാൻ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവനാണ്. ഇപ്പൊ എന്റെ വാക്കിനെ നിർത്തുകയാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, നിനക്ക് ജീവന്റെ പ്രവൃത്തി നിന്നിൽ ആരംഭിക്കാൻ പോവുകയാണ്. ലൈറ്റ് വന്നവനെ കുറിച്ച് ഞാൻ പറയുന്നു, നിന്റെ മുമ്പിൽ ഒരു വേൾഡ് തുറന്നു വരും. ഒരു വേൾഡ് തുറന്നു വരും. കൈ ഉയർത്തി പിടിച്ചു. ഇത് 2-3 ആഴ്ച കഴിഞ്ഞ് മാത്രമേ ഈ മെസ്സേജ് വരത്തുള്ളൂ. ഒരു വേൾഡ്, അദർശ്യ ലോകം തുറന്നു വരും. ഒരു അദർശ്യ ലോകം തുറന്നു. നിങ്ങൾക്ക് എത്ര പേര് ഈ കാണുന്ന ലോകമുണ്ട്, കാണാത്ത ലോകമുണ്ട്? അത് ഭൗതികത്തിലുണ്ട്, ആത്മീയത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ അദൃശ്യമായ ലോകത്തിന്റെ ഇടപെടലാണ് ഈ ലോകത്തെ ഏറ്റവും സ്പീഡാക്കി തീർത്തേക്കുന്നത്, അല്ലേ? അല്ലേ റിങ്കു? അല്ലേ? ഇന്റർനെറ്റ് അദൃശ്യമാണ്, വൈദ്യുതി അദൃശ്യമാണ്. ഈ അദൃശ്യമായി വർക്ക് ചെയ്യുന്ന സാധനത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ് ഈ കാണുന്ന ലോകത്തെ ഏറ്റവും സ്പീഡാക്കിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനകത്തൊരു മർമ്മം പറയാം. നിങ്ങൾക്ക് വേണ്ടി ഒരു അദൃശ്യമായ ലോകമുണ്ട്, ഒരു ആത്മലോകമുണ്ട്. ആ ആത്മലോകത്തെക്കുറിച്ചൊരു തിരിച്ചറിവ്, ഒരു വെളിച്ചം നിന്റെ അകത്ത് വന്നാൽ നീ ഒരു സാധാരണക്കാരനല്ല എന്നുള്ള തിരിച്ചറിവിനകത്ത് ഈ നിന്റെ ലൈഫിനെ ഏറ്റവും സ്പീഡുള്ളതാക്കി തീർക്കും. ഹല്ലേലൂയ. കരം ഉയർത്തിയൊരു സ്തോത്രം ചെയ്താട്ടെ.
ലൈറ്റ് വന്ന ഇരുള് മാറിപ്പോകും. ലൈറ്റ് വന്ന ഇരുള് മാറിപ്പോകും. ലൈറ്റ് ഒന്ന് കണ്ണടച്ച് എല്ലാവരും ദിവസം എഴുന്നേറ്റു. ഞാൻ ഒരുപാട് വാക്യങ്ങളുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കേൾക്കാൻ നിങ്ങൾ ഇത്ര ക്ഷമ കാണിച്ചത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാണ്. ഒന്ന് കണ്ണടച്ച് കർത്താവിനോട് പറഞ്ഞു, ഈ അകത്ത് കിട്ടിയ വചനത്തെ ഒന്ന് പ്രൊക്ലെയിം ചെയ്ത്, ഞാൻ ഇനി മരിച്ചവരുടെ ഇടയിലല്ല, ഞാൻ ജീവനുള്ളവരുടെ ഇടയിലാണ്. സോ എന്താണ് ജീവനുണ്ടെന്ന് പറഞ്ഞ് കർത്താവ് നിന്നെ ചൂണ്ടിക്കാണിച്ചേക്കുന്നത്? അത് നിന്റെ അകത്ത് വന്ന സ്പിരിറ്റാണ്, അകത്ത് വന്ന ആത്മാവാണ്. ആത്മാവിൻ്റെ പേര് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പിക്കുന്ന ആത്മാവാണ്. നിന്റെ മേൽ വന്ന വെളിച്ചത്തിന്റെ പ്രത്യേകത, ഇത് അടുത്തവരിലേക്ക് ചലിച്ചിറങ്ങും. ഓ സ്തോത്രം. നിന്റെ മേൽ വന്ന വെളിച്ചത്തിന്റെ പ്രത്യേകത, ഇത് പകരുന്ന വെളിച്ചമാണ്. നിന്റെ മേൽ വന്ന വെളിച്ചത്തിന്റെ ഒരു വലിയ പ്രത്യേകത, അടുത്ത ഇരുട്ടുള്ളവൻ വന്ന അവൻ പ്രകാശമാകും. വചനം പറയുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. യോഹന്നാന്റെ സുവിശേഷം, ഇരുട്ടിനോ അവനെ പിടിച്ചടക്കാൻ കഴിയില്ല. ആമേൻ. അവൻ ലോകത്തിന്റെ വെളിച്ചമായി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇരുട്ടിന് അവനെ പിടിക്കാൻ പറ്റിയില്ല, മറിച്ച് ഇരുള് അവനാൽ ഓടിപ്പോയി. നിങ്ങളുടെ അകത്തേക്ക് വന്ന വെളിച്ചത്തെക്കുറിച്ചുള്ള 1-2 റെവലേഷൻസുകളാ. നിന്റെ മുമ്പിൽ വരുന്ന സകല ഇരുട്ട് നിന്നെ കണ്ടോടും. ഒരു പ്രവചന ശബ്ദം ആത്മാവിൽ കൈമാറുന്നു. ഈ റെവലേഷൻ നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ മേൽ വാഴുന്ന ഒത്ത വാക്കുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു ഭൂതങ്ങൾ നിൽക്കത്തില്ല. ഈ പകല് മുതൽ ഈ ദൂത് നിങ്ങളിൽ അന്വർത്ഥമാകാൻ പോവുകയാണ്. നിന്റെ അടുക്കലൂടെ ഒരു ഭൂതം പോയാൽ അവൻ അന്നേരം വെട്ടുമാറും. കാരണം യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിന്നിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തിന്റെ കട്ടി അത്രത്തോളം വലുതാണെന്ന്, നിന്നിലൂടെ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ ആഴം അത്രത്തോളം വലുതാണെന്ന് ആത്മാവിൽ ഞാൻ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ ലൈറ്റിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആഴങ്ങളുടെ അകത്ത് ഭൂമിയായിരുന്ന സമയത്ത് അതിനകത്ത് ഇരുളുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ആഴങ്ങളുടെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ ലൈറ്റ് വന്നപ്പോൾ ദൈവം അതിനെ മുഴുവൻ പ്രകാശിപ്പിക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ കണ്ണടച്ചു പിടിച്ച ആത്മാവിൽ പറഞ്ഞാട്ടെ, ഐ ആം ദ ലൈറ്റ്. ഞാൻ ലൈറ്റാണ് എന്ന് പറഞ്ഞ ഞാൻ ലൈറ്റാണ്. ഇരുളിലേക്ക് ഞാൻ വീഴത്തുമില്ല, ഇരുളിൽ എന്നെ പിടിക്കാനും കഴിയത്തില്ല. ഒറ്റ ബോധ്യം എന്നൊക്കെ പറയുന്ന ഭാഗം, നീ എഴുന്നേറ്റ പിന്നെ നീ മരിച്ചവരുടെ കൂട്ടത്തിലല്ല. ലൈഫ് ഓഫ് ലൈറ്റ്, ലൈഫിന്റെ ലൈറ്റ് നിന്റെ മേൽ വന്ന്, ലൈഫിന്റെ ലൈറ്റ് വന്ന്. ഈ ദൂത് ചിലർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. ഈ ദൂത് ചിലർക്ക് ഒരുപാട് നന്മകളെ കൊണ്ടുവരും. ഒരു കാര്യം പറയും, ഇല്ലാത്ത ഒരു സ്ഥലത്ത് എന്നിട്ട് നീ പറയണം, ഉണ്ടെന്ന് പറയണം, ഉണ്ടാകുമെന്ന് പറയണം. ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രത്യേകത അതിനെ ഉളവാക്കും. എല്ലാവരും കണ്ണുകളടച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. നല്ല പിതാവ്, ഈ വചനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ ആഴമായുള്ള തുറന്നു വരവുകൾക്ക് ഇത് കാരണമായി തീരട്ടെ. സാധാരണമായ ലൈറ്റ്, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ലൈറ്റിന്റെ ദർശനം കാണാൻ പോവാ. ചിലരുടെ മുമ്പിൽ ബൈബിൾ തുറന്നു വരുന്നെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. അത്ഭുത പ്രകാശത്തിലേക്ക്, ഒന്ന് പറഞ്ഞാൽ അത്ഭുത പ്രകാശത്തിലേക്ക് നിന്റെ കണ്ണുകളെ കൊണ്ടുപോവുക. ഈ ലൈറ്റിന്റെ ഒരു സ്വാധീനത വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഇംപാക്ടേഷൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ ഒന്നും തടസ്സമായിരിക്കത്തില്ല. നിന്റെ മുമ്പിൽ എല്ലാം വെളിച്ചമായിരിക്കും. അതുകൊണ്ട് ആ കാരാഗൃഹത്തിൽ ഇരുട്ട് വ്യാപരിച്ചെടുത്ത് ദൂതൻ വെളിച്ചമായിട്ട് ഇറങ്ങുന്നു. സോ ഇല്ലാത്ത വഴികൾ ഉണ്ടാകും, ഇല്ലാത്ത സാധ്യതകൾ ഉണ്ടാകും. ഞാൻ ആത്മാവിൽ സഭയ്ക്ക് വേണ്ടി ദേശത്തിനോട് പറയുന്നു, ഈ ലൈറ്റ് ഒരു അത്ഭുത പ്രകാശമായി ദേശത്തേക്ക് അടിക്കുകയാണ്. കം ഓൺ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലൈറ്റിന്റെ ശക്തി ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഈ ലൈറ്റിന്റെ ബലം ശക്തി ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഈ ലൈറ്റിന്റെ യഥാർത്ഥ റെവലേഷൻ ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഈ ലൈറ്റ് കൊണ്ട് ചിലതിനെ അവർ ഉരുവാക്കട്ടെ. കർത്താവ് ഈ വചനത്താൽ ഇവരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ വെളിപ്പാടിനകത്ത് നിൽപ്പാൻ കർത്താവിനെ സഹായിക്കും.